വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ കുറച്ച് 4 ദിവസമായി വീഡിയോ ചെയ്തിട്ട്, കാരണം ഭയങ്കര ജോലിയാണ്, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു സംസാര വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് കറങ്ങി നടക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഒരു ഗായിക റാപ്പ് സോങ് പാടുന്നുണ്ട്. അതായത് 8 വയസ്സുള്ള പെൺകുട്ടി ബസ്സിൽ കയറിയപ്പം സൂചി കുത്താൻ സ്ഥലമില്ലാത്തപ്പം ഒരിടത്തും ഇങ്ങനെ ഒരു ഒതുക്കി നിർത്തിയപ്പോഴത്തേക്കും അവിടെ ഇരുന്നൊരു 40 വയസ്സുള്ള ഒരാൾ അവരുടെ അപ്പർ സ്കർട്ട് ഇങ്ങനെ പൊക്കിള് പരുതി എന്നാണ് ഇതിനകത്ത് പാട്ടിൻ്റെ സാരാംശം. അതിങ്ങനെ റാപ്പിൽ അവർക്ക് റാപ്പ് പാടാൻ അറിയാം, ആ രസത്തിന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം സംഭവം അതാണ് കാര്യം. അപ്പം ഇതിനകത്ത് ഇത് കേട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ സാമൂഹികമായിട്ട് പിള്ളേർക്കും കാര്യങ്ങൾക്കെല്ലാം വരുന്ന മാറ്റങ്ങൾ പറയാനാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല. കുട്ടികളെ മാക്സിമം കുട്ടികൾക്കൊരു ബോധം ഉണ്ടാകുന്നൊരു സമയമുണ്ട്, അതുവരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ആ പാട്ടിൽ തന്നെ, റാപ്പ് സോങ്ങിൽ തന്നെ പിന്നെയും പറയുന്നു, എൻ്റെ ഒരു അകന്ന ബന്ധുവുണ്ട്. ആ ബന്ധു ഇങ്ങനെ അവിടെ ഞാൻ സ്ഥിരമായിട്ട് പോകുമ്പം കളിക്കാനും കൂട്ടുകാരും കസിൻസൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം അവരുടെ ബട്ടക്സിൽ പുറകു വശത്ത് അവിടുത്തെ ഒരു വയസ്സായ ഒരു അമ്മാവൻ ഇതുപോലെ ഒരു ബാഡ് ടച്ച് ഫീൽ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടായി എന്ന് പറഞ്ഞു. അപ്പം അതും ആ പാട്ടിനകത്ത് കൂടെ വരുന്നതാണ്. അപ്പം ഇതുപോലെ നമ്മുടെ ഈ ഇങ്ങനത്തെ എല്ലാ കേസുകളിലും ഈ സ്വന്തക്കാരോ ബന്ധക്കാരോ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സോ ഒക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതാണ് ആക്ച്വൽ ഫാസ്റ്റ്. പിന്നെ റെയറായിട്ടേ ഉള്ളൂ വെളിയിൽ നിന്ന് ആരെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കുട്ടിക്ക് ബാഡ് ടച്ച് എന്താണ്, നല്ല ടച്ച് എന്താണ്, ബാഡ് കാര്യങ്ങൾ എന്താണ്, നല്ല കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും വേണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യം. ഇതൊക്കെ സമ്മതിച്ചു. ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ, പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മൾ വിചാരിക്കും ആൺകുട്ടികളുടെ അടുത്ത് ബാഡ് ടച്ചും നല്ല ടച്ചും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. പല സ്ത്രീകളും ഇതുപോലെ കുട്ടികളുമായിട്ട് ലൈംഗികമായിട്ടുള്ള രീതിയിൽ കുട്ടികളുമായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതിന് ഒരു 2 വശമുണ്ട്. അപ്പോൾ ഒന്നെന്തെന്ന് പറഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്നു, ഇവർക്ക് കുട്ടികൾക്കെല്ലാം ബാഡ് ടച്ച് എന്തോന്ന്, നല്ല ടച്ച് എന്തോന്ന്, നല്ല കാര്യങ്ങൾ എന്താണ്, പന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഇതിൽ ബാഡ് ടച്ചാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ ഈ ബാഡായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സിഗരറ്റ് വലിക്കരുത്, വെള്ളം അടിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞു പോകുന്ന കുട്ടികളില്ലേ, ഇഷ്ടം പോലുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ പ്രായപൂർത്തിയാവാത്തതിന് മുമ്പും അല്ലെങ്കിൽ ഒരു 10-12 വയസ്സാകുമ്പോഴും തന്നെ സിഗരറ്റ് വലി, വെള്ളമടി, അല്ലെങ്കിൽ സെക്സ്വൽ ആയിട്ട് ബന്ധപ്പെടുക, ഇതെല്ലാം ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുത്തതെന്നും പറഞ്ഞിട്ട് അവരത് ഉൾക്കൊള്ളണമെന്നില്ല. ബാഡ് ടച്ചാണ്, നല്ല ടച്ചാണ്, ബാഡ് ടച്ചാണ്, നല്ല ടച്ചാണ്, അല്ലെങ്കിൽ നല്ല കാര്യമാണ്, പന്ന കാര്യമാണ്, സിഗരറ്റ് വലിക്കരുത്, അല്ലെങ്കിൽ വെള്ളം അടിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ഇതെല്ലാം ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ആ ഒരു വിഷയം കൂടെ ആലോചിക്കണം. അതുപോലെ തന്നെ ഈ പാട്ടിനകത്ത് വേറെ കാര്യം തന്നെയാണ്, ആ പൊക്കിൾക്കുഴി തിരഞ്ഞ ആളുടെ വയസ്സ് 40. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, 20 വയസ്സുള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ലേ? അപ്പം മറ്റേ സിനിമയിൽ നമ്മുടെ മറ്റേ നിവിൻ പോളി ഇൻസ്പെക്ടറായിട്ട് വന്ന സിനിമയിൽ ചോദിച്ച പോലെയാണ്, അല്ല കാണാൻ കൊള്ളാവുന്ന ആളാണ്, ഒന്നുകൂടാതെ നിന്നിരുന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നെന്ന് സിനിമയെ ചോദിച്ചത് പോലെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ലോകത്ത് നമ്മൾ എവിടെ എന്ത് മൃഗങ്ങളിലാണെങ്കിലും മനുഷ്യരാണെങ്കിലും എല്ലാം എടുത്താലും ഈ നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പൊന്നുമല്ല എല്ലാവർക്കും സെക്ഷൽ ഇൻട്രസ്റ്റ് വരുന്നത്. അതൊക്കെ ചുമ്മാ ആളെ പറ്റിക്കാൻ പറയുന്ന വേലകളാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കല്യാണത്തിൻ്റെ തലേന്നാണ് ഇവർക്ക് അന്നാണ് ഞങ്ങൾ സെക്ഷൽ എന്നൊക്കെ പറയുന്നത്, വെറുതെ ചുമ്മാ പറയുന്നതാണ്. അപ്പോൾ 24-25 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏകദേശം 12-13 വയസ്സ് തൊട്ട് തന്നെ സെക്ഷൽ ഇൻട്രസ്റ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഇപ്പം നമുക്കറിയാം, വെളി രാജ്യങ്ങളിലെല്ലാം തന്നെ സ്കൂളിൽ കോണ്ടം വെൻഡിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ സ്കൂളിൽ കോണ്ടം പൈസ ഇട്ടാൽ കിട്ടും. അത് കാരണം എന്ന് പറഞ്ഞാൽ അവർ അതിനൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ,
അതായത് കോണ്ടം ഇല്ലാതെ സെക്ഷലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതിനേക്കാളും നിങ്ങൾ ഏതായാലും നിങ്ങൾ ബന്ധപ്പെടും. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ ഒന്നും ഇടാതെ ഓപ്പണായിട്ട് ബന്ധപ്പെടാതെ സെക്ഷനിൽ ബന്ധപ്പെടാതെ നിങ്ങൾ കോണ്ടം ഉപയോഗിച്ച് ബന്ധപ്പെട്ട് അത്രയും സേഫായിരിക്കും എന്നുള്ള നിലയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി അത്രയ്ക്ക് ഉയർന്നിട്ടില്ല, നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അതുപോലെയൊന്നും ആയിട്ടില്ല. അപ്പോൾ അവർക്ക് അവിടുത്തെ മാതാപിതാക്കൾ നമ്മളെക്കാളുമൊക്കെ വിദ്യാഭ്യാസമുള്ളവരും അവിടുത്തെ പിള്ളേർ ഇതുപോലെ വളരെ ഫോർവേഡായിട്ടുള്ള അവർക്ക് ഇതുപോലെ അവർക്ക് അറിയാമല്ലോ ഇതുപോലെ കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ. പക്ഷേ എന്നാൽ പോലും അവർ ഈ പറയുന്നത് സ്കൂളിലെ ലെവലിൽ വരുമ്പോഴും തന്നെ അവരുടെ ഒരു സെക്ഷൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയും നിങ്ങൾ ചുമ്മാതെ ഇങ്ങനെ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ അല്ലെങ്കിൽ പോകരുത് ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മുടെ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്കൊരു നീഡായിട്ടുള്ളൊരു സാധനമാണ്. അത് ഈ പറഞ്ഞതുപോലെ നമ്മളെ കൊച്ചിലെ തന്നെ എല്ലാവർക്കും വരും, ആൺകുട്ടികൾക്കും. ഇതിൽ നമുക്ക് ക്രിറ്റിസിസമൊക്കെ വരും, എന്നാലും ഞാൻ പറയുന്നു ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും കൊച്ചിലെ തന്നെ സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നും. അതിന് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻസ് അനുസരിച്ച് അത് കൈകാര്യം ചെയ്താൽ അങ്ങനെ ആ രീതിയിൽ പോയാൽ പ്രശ്നമില്ല. പക്ഷേ രഹസ്യമായിട്ട് പലരും ഇതുപോലെ തന്നെ ഇങ്ങനത്തെ രീതിയിൽ ബന്ധപ്പെടുന്നുണ്ട്. പലരും കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാനേ പറ്റില്ല. എന്തെല്ലാം പറഞ്ഞാലും ആക്ച്വൽ ഫാക്റ്റാണത്. കാരണം നമ്മൾ ഈ പറഞ്ഞത് ഒരു 10-12 വയസ്സ് തൊട്ട് ഒരു 10-25 വയസ്സ് കല്യാണം കഴിക്കുന്ന ആ സമയം അത്രയും ഇവർക്ക് ആർക്കും സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നാതിരിക്കുകയോ അല്ലെങ്കിൽ പോകാതിരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പം അതൊരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ വയസ്സ് കൂടിയെന്ന് പറഞ്ഞു 40, 50, 60 വയസ്സായെന്ന് പറഞ്ഞു തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെക്ഷൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ 70 വയസ്സായാലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് അവർക്കെല്ലാം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 60 വയസ്സാണെങ്കിലും 70 വയസ്സാണെങ്കിലും അവർക്ക് ബന്ധപ്പെടാനും സെക്ഷലായിട്ടുള്ള ഇതിനുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരുപാട് പേരുണ്ട്. നല്ലൊരു ശതമാനം പേര് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ അവരുടെ ഒരു ഏജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ തീരെ പൊടി പിള്ളേരെ അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഉള്ള സമയത്ത് അവർ നമുക്ക് ബലാത്സംഗം പോലെ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഇല്ലാതെ അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ ഒരു രീതി വരുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പോൾ ഈ കേസിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബസ്സിൽ വെച്ചിട്ട് ആ കുട്ടിയുടെ ടോപ്പ് പൊക്കി ആ പൊക്കളിൽ തടവി എന്നുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിനൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ച കൊണ്ടുപോയ ആൾക്കാർ, അതായത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ കൂടെ ആരാണോ പോയാൽ അവരും കൂടെ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ച് ഇയാളും ഇതുപോലെ ഒരു കാര്യത്തിലോട്ട് ശ്രദ്ധിക്കണം. കിട്ടിയ ചാൻസിൽ വല്ലവരുടെയും കയ്യിൽ വയ്ക്കാതെ അടിയുള്ള ആൾക്കാർ കേസാണ്. അപ്പോൾ അത് നമ്മൾക്ക് യൂണിവേഴ്സലൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ പാട്ടിലൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്ന അപ്പം ഈ പാടിയിരിക്കുന്ന ഒരു കുട്ടിയുടെ തന്നെ ഞാനൊന്ന് ചോദിക്കുകയാണ്, ഇവർക്ക് ആക്ച്വലി സെക്ഷൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ലേ? ഒരു ഇൻട്രസ്റ്റും ഇല്ലേ? അതായത് 8 വയസ്സിലോ 10 വയസ്സിലോ 12 വയസ്സിലോ ഒന്നും തോന്നിയിട്ടില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അത് തോന്നിയില്ല എന്ന് പറയുന്നെങ്കിൽ എന്തോ കുഴപ്പമാണ്. 12-13 വയസ്സൊക്കെ ആകുമ്പോൾ നാച്ചുറലി സെക്ഷൽ ഇൻട്രസ്റ്റ് ഒന്നും, പക്ഷെ അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പ്രകടിപ്പിക്കാനില്ലെന്നല്ല. പക്ഷെ ഇതുപോലൊരു സിറ്റുവേഷനിൽ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അതിനെതിരെ. അപ്പം നമ്മൾ ഇതിനൊക്കെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി കെയർഫുൾ. ലോകത്തെല്ലായിടത്തും, ഇവിടെ മാത്രമൊന്നുമില്ല, എവിടെയാണെങ്കിലും ഇത് തന്നെയാണ്. ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുള്ളായിട്ട് നമ്മൾ അതിനെ പിടിച്ച് അങ്ങനെ കേടാക്കാനും അങ്ങനെ രീതിയിൽ പോകുന്നതാണ് ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ പോയി ചാടിക്കൊടുക്കരുതെന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. പിന്നെ ഇത് ചെയ്യുന്നവർക്കും അത് ഈ പറഞ്ഞ പോലെ നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റിലേറ്റീവ്സ് ആണ് അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സ് ആണെങ്കിൽ അവിടെ എവിടെ നിയമം ബാധകം വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നോർമലി പലരും ഇത് പേടിച്ചിട്ട് അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ പറയില്ല. ചിലർ കുറച്ച് പേരെങ്കിലും ഇത് എൻജോയ് ചെയ്യും, അവരതിനനുസരിച്ച് പോകും. ഇതൊക്കെ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയേ വേണ്ട. അങ്ങനത്തെ ആൾക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ സ്വന്തം അനുഭവങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, കാരണം ശരി പറയാത്തതുകൊണ്ടാണ്. കാരണം അത് ഈ പറഞ്ഞ പോലെ നമുക്ക് കൊച്ചിലെ ആണെങ്കിലും ഇതുപോലെ ചെറിയ ആൺകുട്ടിയാണെങ്കിലും വലിയ സ്ത്രീകളിൽ നിന്നും അല്ലെങ്കിൽ നമുക്കിതുപോലെ പരിചയമുള്ള ആൾക്കാരിൽ നിന്നെല്ലാം നമുക്കിതുപോലത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊരു രസകരമായ രീതിയിൽ എടുക്കാനായിട്ട് നമ്മൾ നോക്കുകയും അതായത് രണ്ടാൾക്കാരും അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ അതൊരു പ്രോബ്ലമില്ല. അങ്ങനെ ഈ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. നമ്മൾ മൃഗങ്ങളിലാണെങ്കിലും എവിടെ മനുഷ്യരിലാണെങ്കിലും എവിടെ നോക്കിയാലും ഇതേ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പം ചുമ്മാ പബ്ലിസിറ്റി കിട്ടാനായിട്ട് ഇങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ വേറൊരു റാപ്പ് സോങ്ങിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആര് പെണ്ണിനെ നമ്മുടെ അടുക്കളയ്ക്ക് അടിമയാക്കി
ആര് അടുക്കളയ്ക്ക് കാവലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു റാപ്പ് സോങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം കൂടെ നിങ്ങൾ ആലോചിക്കണം. പഠിക്കാൻ വിടുമ്പം പഠിച്ച് അതായത് അടുക്കളയ്ക്ക് കാവലാവണ്ട, പഠിക്കാൻ വിട്ടടുത്ത് പോയി പഠിച്ച് നല്ല രീതിയിലൊരു ജോലി സമ്പാദിച്ച് അതുവഴി പോയാൽ നോക്കിയിരുന്നെങ്കിൽ നിങ്ങളെന്തിനാണ് അടുക്കളയ്ക്ക് കാവലാവുന്നത്? ഈ അടുക്കളയ്ക്ക് കാവലാവുന്ന പലരും കാര്യമെന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോയ സമയത്ത് അല്ലെങ്കിൽ പഠിക്കാൻ പോകാത്തതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പം ചിലർക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾക്കാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും കിച്ചൺ ജോലികൾ ചെയ്യുന്ന ഇഷ്ടമാണ്, അല്ലെങ്കിൽ നല്ലൊരു ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ഇഷ്ടമാണ്, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നതിന് ഹസ്ബൻഡിന് നോക്കുന്ന ഇഷ്ടമാണ്, അങ്ങനെ കുട്ടികളെ നോക്കുന്ന ഇഷ്ടം. അങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ പറയുകയാണ്, പൂവായിട്ട് പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഇതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. അതൊരു അവരെ അടിച്ചേൽപ്പിക്കുന്ന ജോലിയോ ഒന്നുമല്ല. ഇപ്പം അവരത് നല്ല സന്തോഷമായിട്ട് നമ്മളിപ്പം ഞാനൊരു ജോലി ഓഫീസിൽ പോയി ചെയ്യുന്ന പോലെ അവർ വൈഫോടെ വീട്ടിൽ ഇരുന്ന് ഒരു വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നു, പിള്ളേരെ വളർത്തുന്നു, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതൊക്കെ രസമാണ്, അതൊരു ജോലി തന്നെയാണ്, അത് രസവും തന്നെയാണ്. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർ എങ്ങനെയാണ് ഈ അടുക്കളയ്ക്ക് കാവലാക്കി അല്ലെങ്കിൽ അവരെ പിടിച്ചാക്കി എന്ന് പറയുന്നത്? കമ്പൽസറി ആയിട്ട് ഇപ്പോൾ ഭർത്താവ് പറയുന്നത് നീ അടുക്കളയിൽ കിടന്നു അടുത്ത് ഇറങ്ങണ്ട എന്ന് പറയണം. ഇനി തിരിച്ചൊരു കാര്യമുണ്ട്. അപ്പം ആണുങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകാതെ വീട്ടിൽ ഇരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, എനിക്ക് തന്നെ പരിചയമുള്ളവരുണ്ട്. അപ്പം അവരുടെ ഭാര്യമാരവിടെ പോയി ജോലി ചെയ്യുന്നു, വെളിയിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവരെ നാട്ടുകാർ പറയുന്നത് അയ്യോ ഇവൻ പെൺകോന്തനാണ്, അവൻ്റെ പൈസ വാങ്ങിച്ച് അവിടെ ജീവിക്കുന്നു എന്നൊക്കെ. പെണ്ണുങ്ങൾക്ക് ഇതേപോലെ ആണുങ്ങളെ പൈസ കൊണ്ട് മാത്രം ജീവിക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഇരിക്കുമ്പോൾ ആണുങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തിരിച്ചെന്തുകൊണ്ട് ആണുങ്ങൾക്ക് ജോലി ചെയ്യാതെ വീട്ടിൽ ഇരുന്നുകൂടാ? വീട്ടിൽ ഇരിക്കാൻ തീർച്ചയായും പെണ്ണുങ്ങൾ പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് പൈസ കൊണ്ടുവന്ന് അവർക്ക് എല്ലാം കൊടുക്കും, അവർ വീട്ടുകാര്യങ്ങൾ നോക്കട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സൈഡായിട്ട് കാണാൻ പാടില്ല. ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ടുപേർക്കും ഒരേപോലത്തെ ചിന്തകളും ഒരേപോലത്തെ കാര്യങ്ങളുമാണ്. ഇച്ചിരി മസിലിൽ ബലം കൂടുതൽ കാണുമെന്നുള്ളത്, വേറെ ഒരു വ്യത്യാസവും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തമ്മിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് കമ്പൽസറി ആയിട്ട് ഒരാളുടെ പുറത്ത്, ഇപ്പം ഈ പറഞ്ഞ പോലെ സെക്ഷൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ആർക്കും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾ കൊച്ചിലേ ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ രസമായിട്ട് എടുക്കുന്നതാണ്. എടുക്കുന്ന രീതിയിൽ രണ്ട് സൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുമ്പം അത് അറിയുന്നില്ല, ആരും അറിയില്ല, അത് അതുവഴി പോകും. അതുപോലെ തന്നെ ഈ നിയമങ്ങളൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റിലേറ്റീവ്സിൻ്റെ എല്ലാ ചൈൽഡ് അബ്യൂസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ്സാണ്. അപ്പോൾ ഇതിനകത്തൊന്നും ഈ നിയമം ബാധകമില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യാനുള്ളത് കുട്ടികളെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ തീരെ പൊടിക്കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഒരു 10-12 വയസ്സായ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളവരാണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ബാഡ് ടച്ചും ഗുഡ് ടച്ചും ബാഡ് തിങ്ങും ഗുഡ് തിങ്ങും എല്ലാം അറിയാം. ഒരു നല്ലൊരു ശതമാനം ഈ ബാഡ് ടച്ച് എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ബാഡ് തിങ്സ് എനിക്കിഷ്ടമാണ്, സിഗരറ്റ് വലിക്കാൻ എനിക്കിഷ്ടമാണ്, വെള്ളം ഒടിക്കാൻ എനിക്കിഷ്ടമാണ്, പിന്നെ MDMA കഴിക്കാൻ ഇഷ്ടമാണ്, കഞ്ചാവ് കഴിക്കാൻ ഇഷ്ടമാണ്, ഇങ്ങനെ പോവുകയും എനിക്ക് സെക്സ് ഇൻട്രസ്റ്റ് ആണ്, ഞാൻ ആ രീതിയിൽ പോവുകയൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് ഈ കഞ്ചാവ് വഴി MDMA ഒക്കെ ദേഹത്തിന് ഭയങ്കര കേടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അത് അതിൻ്റേതായ വഴി കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരും. അപ്പം സെക്സ് എന്ന് കഴിഞ്ഞാൽ ബോഡിക്ക് തന്നെ ഒരു നീടുള്ളൊരു ആവശ്യമാണ്. അപ്പോൾ അത് ഈ ആരെന്ത് പറഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ അങ്ങനെ വേണ്ട, അങ്ങനെ സ്ട്രിക്റ്റായിട്ട് പോകരുതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ പോകണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ പാടുന്നതും ഇങ്ങനെ കറയുന്നതൊക്കെ ശരിയാണ്. അതുപോലെ തന്നെ വേറൊരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഈ സെക്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ കുട്ടികളുണ്ടാവണം. നമുക്ക് ഈ ബോഡി രണ്ടായിട്ട് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന സാധനം ആണും പെണ്ണും ആയപ്പോഴത്തേക്ക് തന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അകർന്നു പോകരുതെന്ന് പറഞ്ഞാണ് ഈ സെക്സിൻ്റെ ഹോർമോൺ രണ്ടുപേർക്കും വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടുപേർക്കും ഈ സാധനം ഇല്ലെങ്കിൽ നമ്മളിലെ കോലാബിയറിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവർ പോവും, നമ്മുടെ പാരമ്പര്യം മുഴുവൻ നിന്നു പോകും. അങ്ങനെ പിന്നെ മനുഷ്യനൊന്നും ഈ സാധനം ഇവിടെ കാണില്ല. അപ്പോൾ അത് വേണ്ടേ എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഭൂമിയിൽ ഇനി മനുഷ്യരെ ഉണ്ടാക്കണ്ടേ? കുട്ടികളെ ഒന്നും ആവശ്യമില്ലേ? നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഒന്നും കാര്യങ്ങളില്ലേ? നമ്മൾ മതി, അത് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകണ്ടെന്ന് ഇപ്പോഴത്തെ തലമുറ ചോദിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം നിങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ ആരും വേണ്ട, ശരി, നിങ്ങൾക്ക് കുട്ടികളും വേണ്ട, എന്നാൽ നിങ്ങൾക്ക് സെക്സും വേണ്ട, ഒരു കാര്യവും ഒരു കുന്തവും വേണ്ട, അങ്ങനെ പോകേണ്ട കണ്ടീഷൻ. അപ്പം ആണുങ്ങൾ മാത്രമോ പെണ്ണുങ്ങൾ മാത്രമോ ഇത് ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഇതുപോലെ ചുമ്മാ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും ആക്ച്വൽ ഫാക്ട്സ് നോക്കുക, എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ അല്ലാതെ ഈ പറഞ്ഞ മാതിരി ഒരു
വൺ സൈഡഡായിട്ട് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ കേട്ടതുകൊണ്ട് ഇങ്ങനെ റാപ്പ് പറഞ്ഞുകൊണ്ടാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലത്തെ ആൾക്കാരാണ്. രണ്ടുപേർക്കും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം നേരത്തെ വരുന്നതാണ്. അത് പലരും നേരത്തെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ വെളിയിൽ പറയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് തൊട്ട് മുമ്പ് അടുത്ത ദിവസം തൊട്ട് മുമ്പത്തെ ദിവസമൊന്നുമില്ല ആർക്കും വരുന്നത്, രണ്ടുപേർക്കാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം. ഇപ്പോൾ ഇതൊന്ന് വെറുതെ അനലൈസ് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളും താഴെ പോരട്ടെ.